അപ്പോൾ പിരമിഡ്സ് ഓഫ് ആസാം എന്ന് പറഞ്ഞൊരു പേരിൽ ഈ ഒരു സ്ഥലം ശരിക്കും അറിയപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ഈജിപ്തിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മേളിൽ കണ്ട അതിൻ്റെ താഴത്തെ ഒരു നിലയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകമൊക്കെ കണ്ടില്ല, ആ ഒരു പഴയ രീതിയിലാണ്. പക്ഷേ ഇതിനകത്ത് എത്രത്തോളം ഇപ്പം നിലനിൽക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം മേളിൽ കണ്ട പോലത്തെ പുതുക്കിപ്പണികളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. ഇതിന് അടിയിലേക്ക് ഇറങ്ങിയാൽ അത്ര സേഫ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അഹോം രാജവംശത്തിൻ്റെ ഹിസ്റ്ററി വരുവാണെങ്കിൽ അങ്ങനെയാണ്. അടുത്തായിട്ട് വന്നേക്കുന്ന ആ ഒരു പ്ലേസ്, അതായത് കരങ്കാർഗാർ രാജാസ് പാലസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ മേളിൽ നിന്ന് കയറിയിട്ട് മേളിൽ നിന്നുള്ള ഒരു വൈഡ് ആയിട്ടുള്ള വ്യൂ കാണിച്ചിട്ട് രാജാക്കന്മാർ എവിടെ ഇരുന്നാണ് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നുള്ളൂ അല്ലേ. കാരണം നമ്മളുടെ അകത്ത് ഫുഡ് ഉണ്ടാക്കാനും പറഞ്ഞു. അകത്ത് ഒരു 4 മുറിയുടെ വീതിയുണ്ട്. അകത്ത് സ്റ്റൗ എല്ലാം കാര്യങ്ങളെല്ലാം വെച്ച് ഫുഡ് ഉണ്ടാക്കാനും പറഞ്ഞു. കിടന്നുറങ്ങിക്കോളം പറഞ്ഞു. രാവിലെ നമ്പർ നമുക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു അവിടെ പോയിക്കോളി, ഫുള്ള് സെറ്റാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ഇന്ന് രാവിലെ പമ്പയിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ ആസാം ശിവസാഗർ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പോൾ ഞങ്ങളൊരു ഇവരെക്കാളും ഒരു 15 കിലോമീറ്റർ മുമ്പിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെക്ക ഒരു കാര്യമുണ്ട്, വെക്കം പുറകോട്ട് വരാൻ പറഞ്ഞു. പുറകോട്ട് വന്നു കഴിഞ്ഞപ്പം എന്നാ സംഭവം എന്നാണ്? പുറകോട്ട് വന്നപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾക്ക് കോൾ വന്നു. നമ്മളെ പാബ്ലോ വിളിച്ചിട്ട് പറഞ്ഞു, മേഘാലയ വെച്ച് മീറ്റ് ചെയ്ത് പാബ്ലോ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ബോഡി ഉള്ളത് എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരു നമ്പർ തന്നു. അപ്പോൾ ആള് നമ്മൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. അലം എന്നാണ് ആളെ പേര്, അലം ചാങ്ങർ. ആള് വിളിച്ചിട്ട് നേരെ പറഞ്ഞങ്ങൾ ഈ എന്താ പെരുന്നാളല്ലേ, നിങ്ങൾ ഫുഡ് എന്തെങ്കിലും ലഞ്ച് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല പറഞ്ഞു. അപ്പോൾ ഒന്ന് സ്പോട്ടിൽ ഒരു കഫേൻ്റെ ആളെ നമ്പർ നമുക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു അവിടെ പോയിക്കോളി, ഫുള്ള് സെറ്റാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് സെറ്റ് ആയല്ലേ. അപ്പം ഈ ഒരു കഫേയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇതാട്ടോ ഒരു കഫേയുടെ പേരും ഇവിടുത്തെ ആൾക്കാരും പരിചയപ്പെടാം. ഹായ്, യുവർ നെയിം? My name is Wallo. Oh, so the cafe's name? The cafe's name is Krodu Cafe. Oh, okay, okay. So what's your special actually? So our specials is for beef momo, beef chow and beef fried rice. Yeah. Those are our main specials regarding with our cafe, and this is specialized all the way from Shillong. Oh, okay. Yeah, all the way from Meghalaya. Yeah, so you're from Meghalaya, right? I was born and brought up there, but I'm specifically from Nagaland. Yeah, okay. Fried rice, French fries, ചൗമീൻ അല്ലേ. ഹെവിയാണ്. 8 ആൾക്ക് സെറ്റാണ് ഫുഡ് അല്ലേ. എങ്ങനെ പോയാൽ ഒരാൾക്കൊരു 100-500 രൂപയുടെ ഫുഡുണ്ട്. അതെ, അപ്പോൾ കഴിക്കല്ലേ? സ്നേഹം മാത്രം. ഇനി വരാണ്ടോ? നമ്മളിപ്പം ഉള്ളത് എവിടെയാണ്? ശിവസാഗർ അല്ലേ. ശിവസാഗർ എത്തി. നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ട് അവിടെ എത്തിയത്. ലേറ്റ് ആയിട്ട് എത്തിയിട്ട് ഇവിടെ നമുക്ക് ഇതൊന്നും കിട്ടിയില്ല. കുറെ പമ്പ് നോക്കി, എല്ലാ പമ്പും ചെറുതായിരുന്നു. പിന്നെ 2 പമ്പ് ചോദിച്ചു, 2 പമ്പ് നമ്മൾ അലോ ചെയ്തില്ല അല്ലേ. കാരണം അവർ അവിടെ കുറച്ച് വിഷയങ്ങളുള്ളതാണ്. പിന്നെ അവിടെ ഏരിയ കുറവായതുകൊണ്ട് കിടക്കാനും പാടാണ്. രാത്രി ഈ കാര്യം പറഞ്ഞാൽ മറ്റേ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ സീനാന്ന് പറഞ്ഞു. ശരി, അവർ കുറച്ച് പെട്രോൾ പമ്പ് 24 hours ഇല്ല. അപ്പോൾ അത് കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോഴത്തേനും ഈ കിടന്ന് ഓണടിച്ച് നമുക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ നേരെ വണ്ടിയായിട്ട് ഈ ഒരു പമ്പിലോട്ട് വന്നു. ഈ ഒരു പമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾ 2 ഇടത്ത് കൊണ്ടുപോയി. ഒരെണ്ണ ഒരു എയ്സിന്റെ മേളിൽ കയറ്റി ടെൻഡടിച്ചോളാൻ പറഞ്ഞു. പിന്നെ 2 പറഞ്ഞു നമ്മുടെ ടോറസിന്റെ മേളിൽ ടെൻഡടിച്ചോളാൻ പറഞ്ഞല്ലേ. അപ്പൊ ഇതെല്ലാം കേട്ട് അവിടെ 2 മുതലാളിമാരും ഇപ്പൊ ഉണ്ടായിരുന്നു. അതായത് വേറൊരു ആൾ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അവിടെയാണ് വണ്ടിയുടെ. പുള്ളിക്ക് ഇതുപോലത്തെ ഒരു 2-3 വണ്ടിയുണ്ട്. അതെ, ഇതുപോലത്തെ അതായത് മേളിൽ കവറിങ് ഉള്ള 2-3 നമ്മുടെ ലോറി അല്ലേ. നാഷണൽ പെർമിറ്റ്. അപ്പോൾ ഒരു 3 നാഷണൽ പെർമിറ്റ് ഉണ്ട്. അപ്പോൾ എവിടെ ആദ്യം കിടക്കുന്നത് ഈ നാഷണൽ പെർമിറ്റ് ഉണ്ടല്ലേ, അതിന്റെ അത് കൊണ്ട് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം ഇപ്പൊ തന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ. അതിന്റെ സിമന്റാ, അതിന്റെ അറച്ചും പൊടിയും കാര്യം നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 1 സീന് ഇവിടെ കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അന്നേരം ഇതേ പറഞ്ഞു അടുത്ത വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത വണ്ടി ഈ കാണാൻ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കുക അല്ലേ. ഇതാണ് അരി കൊണ്ടുവന്ന വണ്ടി. ഉണ്ട് അകത്ത് അരിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ പുള്ളി അതിന്റെ ക്ലീനർ വെച്ച് ഫുള്ളായിട്ട് ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ മഴ തെറിക്കുന്ന പറഞ്ഞുകൊണ്ട് മുകളിൽ നിന്നുള്ള ചാക്ക് താഴേക്ക് ഇങ്ങനെ വിരിച്ചിട്ട് ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരും നമുക്ക്. കാരണം നമ്മളുടെ അകത്ത് ഫുഡ് ഉണ്ടാക്കാനും പറഞ്ഞു. അകത്ത് ഒരു 4 മുറിയുടെ വീതിയുണ്ട്. അകത്ത് സ്റ്റൗ എല്ലാം കാര്യങ്ങളെല്ലാം വെച്ച് ഫുഡ് ഉണ്ടാക്കാനും പറഞ്ഞു. കിടന്നുറങ്ങിക്കോളം പറഞ്ഞു. രാവിലെ 7 മണിക്ക് എണീറ്റാൽ മാത്രം മതി എന്ന് പറഞ്ഞു. വണ്ടി അല്ലെങ്കിൽ രാവിലെ 7:30 ആകുമ്പോഴത്തേനും വണ്ടിക്ക് ഓട്ടമുണ്ട്. രാവിലെ വണ്ടി എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു സ്പേസ് എന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളോട് ഇന്ന് ടെന്റ് ഇവിടെ അടിച്ചോളാം. അതായത് ഈ വണ്ടി നമുക്ക് ടെന്റ് അടിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്ത ആളെ നമുക്ക് പരിചയപ്പെടാം. सर आपका नाम? जी पवार गो है। कहाँ से है? आसाम शिवसागर। आसाम से। कितना गाड़ी है जैसा? ऐसा है हमारा पास 5 है। 5 है। ओके, थैंक्स फॉर अलाउिंग, थैंक्स फॉर हेल्पिंग अस. ओके, थैंक यू.
ഇന്നൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ശിവസാഗറിൽ കറങ്ങിയിരിക്കുന്ന സ്പോട്ട് ഏതാണ്? തലാത്തൽഗാർ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അഹോം രാജവംശത്തിൻ്റെ ഏറ്റവും വലിയൊരു കോട്ടയാണിത്. അതെ, അവർ പണിതലേ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കോട്ടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇന്ന് സ്പോട്ട് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തലാത്തൽഗാർ വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് താഴത്തോട്ട് ഇറങ്ങി പോകാമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് ആസാമിൽ തന്നെ. അതിനെ കാണാനൊക്കെ ആയിട്ട് നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് നമ്മുടെ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മോങ് ഡിസ്ട്രിക്ട് റൂട്ടാണ് പിടിക്കുന്നത്. മോങ് ഡിസ്ട്രിക്ട് റൂട്ട് പിടിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പ്ലേസസും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോണ വഴിക്കും കുറേ ഇതുപോലെ തന്നെ കോട്ടകളൊക്കെ ഉണ്ട് നമ്മളെ പോണ വഴിക്ക്. അപ്പോൾ അത് നാളെ നാളത്തേക്കായിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ. പിന്നെ ഇവിടെ എൻട്രി ഫീസ് ആൾക്കൊന്ന് 25 രൂപയാണ്. നമ്മൾ ഓൺലൈൻ വഴിയാണ് എടുത്തത്. അപ്പോൾ 20 രൂപയുള്ളൂ, 5 രൂപ കുറവുണ്ട് ആൾക്കൊന്നല്ലേ. ഈ കാണുന്നതാണ് ഈ ഒരു കോട്ട, അതായത് അഹോം രാജവംശം പണിതൽ വെച്ച് ഏറ്റവും വലിയൊരു മോണുമെന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ ഒരു നിലയാണ് ആക്സസിബിൾ അല്ലേ? ഒറ്റ നിലയേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാം നമുക്ക്. ശരിക്കും മുകളിലെ 2 നില നമുക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ അടിയിലോട്ട് 2 അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇത്ര കാലപ്പഴക്കങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ടൊന്നും ആരും ഇറക്കുന്നൊന്നുമില്ല. നമ്മളിത് തലാത്തൽഗാറിൻ്റെ ആ ഒരു മുകൾ വശത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് 2 നിലയുണ്ട്. നമുക്ക് ഒരു നില ആക്സസിബിളാണ്. അടിയിലത്തെ ഏറ്റവും അടുത്ത നില അണ്ടർഗ്രൗണ്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിന് അടിയിലേക്ക് ഇറങ്ങിയാൽ അത്ര സേഫ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അഹോം രാജവംശത്തിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. 198 വർഷമാണ് അവർ ഈ ഒരു സംഭവം ഭരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബർമീസ് വന്ന് ഇത് കീഴടക്കി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന് കീഴടക്കി. അങ്ങനെ ഈ ഒരു വംശം നശിച്ചു പോവുകയാണ് ചെയ്തത്. അതെ, അതായത് 1228 മുതൽ 1826 വരെയാണ് ശരിക്കും അഹോം രാജവംശം ശരിക്കും ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു അഹോം രാജവംശം ശരിക്കും കൊണ്ടുവന്നത് സൂക്കാഫ എന്ന് പറഞ്ഞൊരു പ്രിൻസാണ്. അതായത് നമ്മുടെ ചൈനയിലുള്ളൊരു പ്രിൻസാണ് ഈ ഒരു രാജവംശം ശരിക്കും കൊണ്ടുവന്നത്. അതിനുശേഷമാണ് വീണ്ടും പിന്നെ ആ രാജവംശം അന്യം നിന്ന് പോകുന്നത് അല്ലേ, 598 കൊല്ലത്തിന് ശേഷം. അപ്പോൾ കുറേ നശിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ടാമത് റെഡി ആക്കിക്കൊണ്ടിരിപ്പുണ്ട്. എന്നാൽ ആ പഴയൊരു പഴമ കിട്ടാനൊക്കെ ആയിട്ട് ഇപ്പം മണ്ണുകൊണ്ട് തന്നെ തേച്ച് ആ ഒരു കളറ് കാര്യങ്ങളൊക്കെ നോക്കി ബ്രഷ് കൊണ്ട് കളറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ട് വരുവാണ്. അതായത് കണ്ടാൽ പഴയ രീതിയിലുള്ള സെറ്റപ്പാണ്. അതുപോലത്തെ പെയിന്റിംഗ് ആണ് ചെയ്യണല്ലേ. പെയിന്റിങ്. പിന്നെ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇത് ആ 2 മഴയെ കൊണ്ടുപോകുമ്പോഴത്തേന് ആ ഒരു പഴയയിലേക്ക് വീണ്ടും വരും. എവിടെയൊക്കെ പഴയ പണികളും പുതുക്കി പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് കൂടുതൽ ഇപ്പം കളിമണ്ണ് വെച്ച് തേക്കണം. അതുകൊണ്ട് അവർ തേക്കണം മുഴുവൻ മണ്ണാണ് പഴയ കാലം. കണ്ടു. പക്ഷെ ആസാമിൽ കൂടുതൽ ഈ ചെറിയ കടകളാണ് തന്നെ ഈ ആദ്യം മറ്റേ മുള കൊണ്ട് മേഞ്ഞിട്ട് അതിന് മുകളിൽ മണ്ണും കൊണ്ട് റെഡി നമ്മുടെ ഈ വാർക്ക പോലെ ഒരു സെറ്റ് ചെയ്തെടുക്കുന്നിട്ട് മേയും. അപ്പോൾ നമ്മൾ മേളിൽ കണ്ട അതിൻ്റെ താഴത്തെ ഒരു നിലയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകമൊക്കെ കണ്ടില്ല, ആ ഒരു പഴയ രീതിയിലാണ്. പക്ഷേ ഇതിനകത്ത് എത്രത്തോളം ഇപ്പം നിലനിൽക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം മേളിൽ കണ്ട പോലത്തെ പുതുക്കിപ്പണികളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നത്. ഉൾവശമൊക്കെ കണ്ടില്ല, ഉൾവശമൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതെവിടെയൊക്കെ എന്തോ അങ്ങോട്ട് നമുക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള അപ്പുറത്ത് ആ മുകളിലോട്ട് കയറാനുള്ള ചെറിയൊരു വാതിൽ പോലെ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ മുമ്പ് മേളിൽ എന്നതിൻ്റെ ഒരു അടിയിൽ ഒരു നിലയാണ് ഈ കാണുന്നത് അല്ലേ. ഈ നമുക്ക് ഇവിടെ നിന്നൊക്കെ തന്നെ ഫുള്ള് ഡോറുകളും കാര്യങ്ങളുമാണ്. ഈ ഒരു സൈഡിലോട്ടൊക്കെ വാതിലുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് അപ്പുറം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു നിലയും കൂടി നമുക്ക് ഇത് ഇവിടുന്ന് കാണാൻ പറ്റുമേ. ഇതുണ്ടല്ലേ ഈ കാണുന്ന നില. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഇല്ലേ, ഇവർക്ക് കുളിക്കാനുള്ള സ്ഥലം, ഒരു കുളമുണ്ട് ഉണ്ടല്ലോ. ഇതെവിടെ ഒരു കുളം കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ടുള്ള ഭയങ്കര വലിയ ടാങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ സൈഡ് മുഴുവൻ ഇങ്ങനെ വെള്ളക്കെട്ടുകളാണ് ഫുള്ളെടുത്ത്. അതെ അതെ, കണ്ടു പാടവും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഇപ്പോൾ ലോക്കൽസാണ് വന്നെ. ലോക്കൽസൊക്കെ തന്നെ ഇത് പശുവിനെ കന്നാലിൽ മേയ്ക്കാനും കാര്യങ്ങളൊക്കെയാണ് വന്നെ. എല്ലായിടത്തും തന്നെ സെക്യൂരിറ്റികളും കാര്യങ്ങളുണ്ട്. ചുമ്മാ ഒരു പേരിന് സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ടല്ലേ. നല്ല തണുപ്പാണ് ഇതിൻ്റെ അകത്ത്. നല്ലൊരു തണുപ്പാണ്, കല്ലും കൊണ്ടൊക്കെ ഉള്ളതിൻ്റെ ആയിരിക്കും. അതെ അതെ. അപ്പം ഇതാണ് കാണുക. ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു സ്പോട്ട് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്പോട്ട് തലാത്തൽഗാറിൻ്റെ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു സ്പോട്ടാണ് ഇത് ഈ കാണുന്ന ഗോലാഗാർ. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഹോം രാജവംശത്തിൻ്റെ അമ്യൂണേഷൻ സ്റ്റോർ, അതായത് ആയുധപ്പുര എന്നൊക്കെ പറയില്ലേ, ആയുധപ്പുരയാണ് ദേ ഈ കാണുന്നത്. ഇതിപ്പോൾ ശരിക്കും അടച്ചു പോയി. അപ്പം നേരത്തെ നമുക്ക് അങ്ങോട്ട് കയറി കാണാൻ പറ്റുമായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ശരിക്കും ആ ഒരു അവരുടെ പഴയ ആയുധങ്ങളും വെപ്പൺസൊക്കെ സ്റ്റോർ ചെയ്തതാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പൂട്ടിയിട്ട് വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത പോണത് റെൻഗാർ എന്ന് പറഞ്ഞാൽ അടുത്ത വേറെ സ്ഥലത്തോട്ടാണ്. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു മെയിൻ സ്പോട്ട് ഈ കാണുന്ന റെൻഗാറിലെ. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇത് പണ്ട് കാലത്തൊക്കെ ഇവിടുന്ന് ബുൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്താണ് നടന്നുകൊണ്ടിരുന്നത്. ബുൾ ഫൈറ്റ്, ഗുസ്തി, അങ്ങനെയുള്ള കുറേ കലാപരിപാടികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതെല്ലാം രാജാക്കന്മാർ ആ ഒരു മോളിൽ ഇരുന്നത് ഫുള്ളായിട്ട് കാണുമ്പോൾ പിന്നെ അത് ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ബിഹുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയ നടന്നുകൊണ്ടിരുന്നതാണ്. അതായത് ഇതൊരു സ്പോർട്സ് പവലിയൻ ആണ്, നിലയുള്ള ബിൽഡിംഗ് ആണ്. അതേ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും രാജാക്കന്മാർ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഈ ഒരു കുറേ വാതിലുകളുണ്ടല്ലോ. പിന്നെ മുകളിൽ ചെറിയ രീതിയിൽ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ ആ ഒരു പെയിന്റുകളും കാര്യങ്ങളൊക്കെ അടിച്ച് ഇതൊരു പഴമ നിലനിർത്തിയിട്ടുണ്ടല്ലോ. പിന്നെ മേളിൽ നിന്ന് കയറിയിട്ട് മേളിൽ നിന്നുള്ള ഒരു വൈഡ് ആയിട്ടുള്ള വ്യൂ കാണിച്ചിട്ട് രാജാക്കന്മാർ എവിടെ ഇരുന്നാണ് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇത് ഇവിടുന്ന് ആ പുറത്തേക്കുള്ളൊരു വ്യൂ കേട്ടോ. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇവിടെ നിന്നാണ് ബുൾ ഫൈറ്റും ഗുസ്തിയും പിന്നെ ഡാൻസ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കാണാനൊക്കെ ഭയങ്കര രസം കേട്ടോ. പിന്നെ ബിഹുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് പറഞ്ഞേ. ഇതാണ് അതിൻ്റെ വ്യൂ.
രണ്ട് സൈഡിലേക്കും വ്യൂ അല്ലേ? ഈ ഒരു 3 സൈഡ് വ്യൂ അല്ലേ? ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടും കാണാം. ഭയങ്കര രസമല്ലേ ഇവിടെ കാണാനായിട്ട്? അതൊക്കെ പൊളിഞ്ഞോട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കണമെന്നുള്ളൂ. നമ്മളവിടെ കണ്ട പോലെ മറ്റേ മണ്ണുകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് പിന്നെ ബ്രഷ് കൊണ്ടൊക്കെ അടിച്ച്. അപ്പോൾ ഇവിടെ നല്ല 4 വശം നല്ല കിടിലം വ്യൂ കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഈ കോട്ടയ്ക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു വ്യൂവും കാര്യം മെയിനായിട്ട് പാവലിയനല്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് അതുപോലെ തന്നെ നടക്കുന്നുണ്ടല്ലേ? നമ്മളിത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ശിവസാഗർ ടാങ്ക് ആണ്. അഹോം രാജവംശം തന്നെ പറയുന്നത് വേറൊരു മെയിൻ സ്പോട്ടാണ്. 18ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വിസ്തൃതി 137 ഏക്കറുണ്ട് ഈ ഒരു ടാങ്കിൻ്റെ വിസ്തൃതിയും കാര്യങ്ങളൊക്കെ. ഒരു 20 മീറ്റർ അടി താഴ്ചയുണ്ട് ഇതിന്. പിന്നെ അഹോ രാജവംശം പണിതതിൽ ഏറ്റവും വലിയൊരു ടാങ്കാണത് ആണല്ലേ? അപ്പോൾ ഈ ഒരു ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് നേരെ ഈ ഒരു അവർ തന്നെ പണിത് 3 അമ്പലങ്ങൾ, ശിവഡോള്, വിഷ്ണുഡോള്, അതുപോലെ തന്നെ ദേവി ഡോൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് വശത്തായിട്ടാണ് ഈ ഒരു ശിവസാഗർ ടാങ്ക് സ്ഥിതി ചെയ്യണത്. അപ്പോൾ നമുക്കിനി ഈ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഈ ഒരു ശിവസാഗർ ടാങ്ക് സ്ഥിതി ചെയ്യുന്ന അഹോം രാജവംശം തന്നെ പറയുന്ന 3 അമ്പലങ്ങളുടെ ഒരു സൈഡിലായിട്ട് അതിന് വേണ്ടി ശിവഡോളും, വിഷ്ണുവിന് വേണ്ടി വിഷ്ണുഡോളും, ദേവിക്ക് വേണ്ടി ദേവിഡോളും, അങ്ങനെയാണത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ആ ഒരു അമ്പലത്തിൻ്റെ മുകളിലുള്ള ആ ഒരു ഡോമില്ല, ആ ഒരു മുകളിൽ കാണുന്നത്, അത് ശരിക്കും സ്വർണ്ണത്താലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഫുള്ള് സ്വർണ്ണത്താൽ ഉണ്ടാക്കിയെന്നാണ്. അപ്പം ഈ ഒരു ഇവിടുന്ന് സൈഡിലോട്ട് കാണുന്ന ഇത് കണ്ടില്ലേ, ഈ ഒരു ശിവസാഗർ ടാങ്കാണ് ഫുള്ള് കാണുന്നത്. അവരെന്തോ അവിടെ മീൻ നോക്കിക്കൊണ്ട് കിടപ്പുണ്ട്. അടുത്തായിട്ട് വന്നേക്കുന്ന ആ ഒരു പ്ലേസ്, അതായത് കരങ്കാർ ഗാർ, രാജാസ് പാലസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. കാലം അതായത് 1540 പണിതൊരു കൊട്ടാരമാണ് ഈ കാണുന്നത്. ഈ ശരിക്കും 7 നിലയുണ്ടെന്നാണ് ഗൂഗിൾ കിടക്കുന്നത്. താഴത്തോട്ട് നിലയുണ്ടോ എന്ന് തോന്നുന്നു. മുകളിലോട്ട് എന്തായാലും 4 നില മുകളിലോട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ ഒരു കാണുന്ന ഒരു പാലസിന് ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ചുറ്റുമതിലുണ്ടായിരുന്നു. അത് പിന്നീട് പൊളിച്ച് കളയൊക്കെ ഉണ്ടായി. ഈ ഒരു കാണുന്ന പാലസ്, അതായത് കരങ്കാർ ഗാർ എന്ന് പറയുന്നത് ഫുള്ള് തടിയാലും അതുപോലെ തന്നെ കല്ലുകളാലുമാണ് നിർമ്മിക്കപ്പെട്ടേക്കണേ. ഇത് ശരിക്കും നമ്മുടെ അഹോം രാജവംശം പണിതയിൽ വെച്ച് അവരുടെ ഒരു ആർക്കിടെക്ചർ എന്താണ് പറയുന്നത്, അവരുടെ ആ ഒരു കെട്ടിടം പണിയുന്ന ആർക്കിടെക്ചർ എടുത്ത് കാണിക്കുന്ന ഒരു കെട്ടിടം എന്ന് വേണമെങ്കിൽ ഈ ഒരു പാലസ് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. ഉണ്ടല്ലേ, നമുക്ക് ഈ ഒരു നിലയിലോട്ട് കയറാൻ, പക്ഷേ അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ അവിടെ പണിയും നടന്നുകൊണ്ട് അങ്ങോട്ട് ഇപ്പം വള്ളി വലിച്ചിട്ടേക്കൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പം ഇതുണ്ടല്ലേ, ഇതിലെല്ലാത്തിനും തന്നെ ഇടയ്ക്കോടെ ഇതുപോലെ കിളിവാതിൽ എന്നൊക്കെ പറയില്ല, അതുപോലെ വാതിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ കൂടെ ഫുള്ളായിട്ട്. ഇത് ശരിക്കും നമ്മുടെ ചതുരത്തിലുള്ളൊരു ഇഷ്ടിക പോലത്തെ ഒരു ബ്രിക്കയിലാണ് ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയേക്കണേ, കല്ലിലുണ്ടാക്കിയേക്കണേ. കരങ്ങാകാറിൻ്റെ ആ ഒരു പിൻവശമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ ഇത് കാര്യം പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നല്ല രീതിക്ക് കെട്ടിടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മൊത്തത്തിൽ ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയി. എന്നാലും ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ ഒരു എടുപ്പ് കൃത്യമുണ്ട്. അതായത് അത്രയ്ക്ക് വലിയൊരു പാലസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും അഹോം രാജവംശത്തിൽപ്പെട്ട ആ ഒരു പണിതൽ വെച്ച് ഏറ്റവും നിലനിൽക്കുന്ന ഒരു കെട്ടിടം എന്നാണ് ഈ ഒരു പാലസിന് ശരിക്കും പറയണേ. നമുക്ക് ഈ ഒരു കരങ്ങാർ പാലസിൻ്റെ മുകൾ വശത്തോട്ടൊന്ന് കയറി നോക്കാം. മുകൾ വശത്ത് ശരിക്കും പണി നടക്കുവാണ്. നമുക്ക് ചില ഏരിയാസ് ഒന്നും കയറാൻ പറ്റില്ല. അങ്ങോട്ട് കയറാമോ കുഞ്ഞുട്ടി? ഇതുണ്ടല്ലോ, ഇതൊക്കെ ഈ ഇടയ്ക്ക് പണി നടന്ന് പെയിൻ്റ് അടിച്ചേക്കുന്ന സ്ഥലങ്ങളാണ്. ആ ഒരു പഴയമ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കണ്ട പോലത്തെ പെയിൻറ്റിങ് തന്നെയാണ് ഇവിടെ അടിച്ചു വെച്ചേക്കണേ. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ ഫുള്ള് ഇതുപോലെ മതിലുകൾക്ക് പകരം തൂണുകളാണ്. ഇതുണ്ടല്ലേ, വലിയ തൂണുകൾ, നല്ല സൈസുള്ള തൂണുകളാണ് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട്. ഇത് ഇതിൻ്റെ 2ാമത്തെ നിലയാണ്. ഇതിൻ്റെ മുകളിലോട്ട് 2 നിലയും കൂടിയുണ്ട്. കണ്ടല്ലേ, അപ്പോൾ ഈ ഒരു പാലസിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ തന്നെ ഇടിഞ്ഞും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എവിടെയൊക്കെ കാര്യം പറഞ്ഞാൽ വലിയ തൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതിന് ചുറ്റായിട്ട് മതിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം തന്നെ പോയി. പിന്നെ ഈ കാണുന്ന ഭിത്തിയും കാര്യങ്ങളൊക്കെ അന്നത്തെ അല്ല, ഇതൊക്കെ അതിനുശേഷം കുറച്ചൊക്കെ തന്നെ പുട്ടിയിട്ട് അടിച്ച് റെഡിയാക്കി പഴയ പെയിൻ്റ് അടിച്ച് ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഇപ്പം മേളിൽ പണി നടന്നുകൊണ്ടിരിപ്പുണ്ട്. അതായത് നമ്മൾ ആ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു പെയിൻ്റൊക്കെ അടിച്ചൊരു പഴമ നിലനിർത്തി അവർ നോക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ ഇവിടെയും എല്ലായിടത്തെ പോലെ തന്നെ 25 രൂപയാണ് എൻട്രി പാസ്. നമ്മൾ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ 20 രൂപയ്ക്ക് പാസ് കിട്ടും. അപ്പം ഈ ഒരു രാജാസ് പാലസ് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവസാഗറിലുള്ള അവസാനത്തെ സ്പോട്ടിലാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അതായത് കെറാഡിയോ മൈതാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് അവരുടെയൊക്കെ ഒരു ടോംബാണ്. അവരൊക്കെ അടക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതും അഹോം ഡൈനാസ്റ്റിയുടെ തന്നെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ്. നമുക്ക് ഇനി അവസാനത്തെ ആ ഒരു സ്പോട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മളിത് ശിവസാഗറിലെ ലാസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കെറാഡിയോ മൈതാം അല്ലെങ്കിൽ
ദ ഗ്രൂപ്പ് ഓഫ് 4 മൈതാനം എന്ന് പറയുന്നത് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയേക്കുന്നത്. അതായത് രാജാക്കന്മാരെ അഹോം രാജവംശത്തിന് ഉണ്ടാകുന്ന രാജാക്കന്മാരുടെ രാജകുമാരിയുടെയും രാജ്ഞികളുടെ ഒക്കെ ശവകുടീരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു മല പോലെ കാണുന്നതൊക്കെ അവരെ അടക്കിയേക്കുന്ന സ്ഥലങ്ങളാണ്. അതെ, ഇതിനകത്താണ് അവർ അടക്കിയേക്കണേ. അതായത് ഈ ഒരു സ്ഥലത്ത് ശരിക്കും 42 രാജാക്കന്മാർ അതുപോലെ രാജ്ഞികളുടെയും ശവകുടീരങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഹൈറ്റ് അനുസരിച്ച്, അതായത് ചിലവർക്ക് പവർ കൂടിയവരുണ്ടായിരിക്കും, പവർ കുറഞ്ഞവരുണ്ടായിരിക്കും. പവർ കൂടിയവരാണെങ്കിൽ ഇച്ചിരി കൂടി ഹൈറ്റ് ആണ് ഈ ഒരു മൈതാനത്തിന്. അങ്ങനത്തെ 4 സ്പോട്ടുകളാണ് അവിടെയുണ്ട്. രണ്ട് സൈഡിലോട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലൊക്കെ നമുക്ക് കയറാനുള്ള അനുവാദമൊന്നുമില്ല. അപ്പോൾ കയറാൻ പറ്റത്തില്ല. അപ്പോൾ പിരമിഡ്സ് ഓഫ് ആസാം എന്ന് പറഞ്ഞൊരു പേരിൽ ഈ ഒരു സ്ഥലം ശരിക്കും അറിയപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ഈജിപ്തിലൊക്കെ കണ്ടുവരുന്ന ശവം അടക്കുന്ന രീതിയില്ലേ പോലെ. അപ്പൊ അവിടെയൊക്കെ മറ്റേ വേറെ പിരമിഡ് ആ ഒരു ഷേപ്പിൽ വരുവാണെങ്കിൽ ഇവിടെ മലകളായിട്ട് ഓരോ ചെറിയ ചെറിയ മലകളായിട്ടോ, ചെറിയതല്ല അത്യാവശ്യം നല്ല മലകളാട്ടോ. ഇത് ഭയങ്കര ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഫ്രണ്ട് വശം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ വ്യത്യസ്തമായ രീതിയിലാണ് ശവം മറച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇവിടെ ശരിക്കും രാജാക്കന്മാരെയൊക്കെ ശവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടിക്കകത്താക്കിയിട്ട് ആ ഒരു പെട്ടി ഈ ഒരു മണ്ണിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യണേ. അപ്പം ആ ഒരു രീതി ആയതുകൊണ്ടാണ് ശരിക്കും പിരമിഡ്സ് ഓഫ് ആസാം എന്നുള്ള പേരിൽ ഈ ഒരു സ്ഥലം അറിയപ്പെടണേ. പിന്നെ ഈ ഒരു സ്ഥലം ശരിക്കും ഉണ്ടാക്കി നമ്മുടെ അഹോം ഡൈനാസ്റ്റിയുടെ എംപററായ സൂക്കാഫ തന്നെയാണ് ഈ ഒരു സ്ഥലം സ്ഥാപിച്ചത്. അതായത് രാജാക്കന്മാർ രാജ്യങ്ങളെ അടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഉണ്ടാക്കുന്നത് ശരിക്കും. പിന്നെ ഈ ഒരു സ്ഥലം ശരിക്കും ശിവസാഗറിൽ നിന്ന് ഒരു 28 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാണ്. ഇങ്ങനെ ഇതെവിടെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറാനുള്ളൊരു എൻട്രി സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. അപ്പം എന്തേ ആ ഒരു ടോമിൻ്റെ അകത്തോട്ട് കയറാനുള്ളൊരു വാതിലാണ് ഈ കാണാനല്ലേ. അതിൽ നമുക്ക് കയറാൻ പറ്റില്ല. അങ്ങോട്ട് രണ്ടിടത്ത് കയറാം, ഇവിടെയും കയറാം, പിന്നെ അപ്പുറമുള്ള കയറാൻ പറ്റും. അപ്പോൾ ഒരു ടോമിൻ്റെ അകത്തോട്ട് നമ്മൾ വരുവാണ്. ഈ ടോമിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് അധികം കാണാൻ വല്ലതും ഉണ്ടോ ആവും. ഇത് അടക്കിയേക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ശരിക്കും. ഇതിനകത്തല്ലേ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി വേലിയിട്ട് തിരിച്ചേക്കുവാണ്. പിന്നെ ബാക്കിയുള്ള അടക്കിയേക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ഒരു മൈതാനത്തിൻ്റെ അകത്തല്ലേ. നമ്മൾ ശിവസാഗറിൽ ഫുള്ളായിട്ട് കണ്ടു തീർത്തിട്ടുണ്ട്. അഹോം രാജവംശത്തിൻ്റെ എല്ലാ ചരിത്രങ്ങൾ ഇറങ്ങിയ സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മളിനി നേരെ നാഗാലാൻഡിലേക്ക് കഴിഞ്ഞ് പോകാൻ പോണേ. അതെ, വീണ്ടും ഇനി നാഗാലാൻഡിലെ കാഴ്ചകളായിരിക്കും വരാൻ പോണേ.